ഈ സിനിമയ്ക്ക് ഏറ്റവും ആപ്റ്റായിട്ടുള്ളൊരു പേരാണ് മൻസൂർ മാംഗോസുള്ളത്. ഈ സിനിമ പറയുന്നത് ഒരു സിനിമ എടുക്കാൻ നടക്കുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ കഥയാണ്. അപ്പോൾ ആ ചെറുപ്പക്കാരൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ആ ചെറുപ്പക്കാരൻ്റെ സിനിമയുടെ പേരാണ് മൻസൂർ മാംഗോസ്. അപ്പോൾ നമ്മൾ സിനിമ കണ്ടു കഴിയുമ്പോഴും നമുക്ക് അങ്ങനത്തെ ഒരു ഫീലിംഗ് ഉണ്ടാവും, മൻസൂർ മാംഗോസ് ആണ് ഈ സിനിമയുടെ ആപ്റ്റായിട്ടുള്ളൊരു പേര് എന്നുള്ള കാര്യത്തിൽ. കാര്യം ആദ്യം ഈ സിനിമക്ക് തന്നെ ബേർബൻ സ്ട്രീറ്റ് എന്നുള്ളൊരു പേരിൽ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു മൻസൂർ മാംഗോസ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടുതൽ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ തികച്ചും സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു പേരാണ് മൻസൂർ മാംഗോസ്. സിനിമ സംവിധാനം ചെയ്യുന്ന അബി വർഗീസാണ്. മലയാളത്തിലെ ഏറ്റവും നല്ല ടെലി സീരീസ് ചെയ്ത ഒരാളാണ്. അക്കരെ കാഴ്ചകൾ എന്ന് പറഞ്ഞൊരു ടെലി സീരീസ് ചെയ്ത ആളാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ടെലി സീരീസിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. എൻ്റെ സുഹൃത്തുക്കളുണ്ട് ഇപ്പോൾ IT-യിലും അങ്ങനെ ആ മേഖലകളിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾ, അവരോടൊക്കെ സംസാരിക്കുമ്പോൾ പറയും, അതായത് ഇങ്ങനെ വർക്ക് പ്രഷറും ഇങ്ങനെ ടെൻഷനും അതും ഇതൊക്കെ കഴിഞ്ഞിട്ട് രാത്രി കിടക്കുന്നതിന് മുമ്പ് അക്കരെ കാഴ്ചകളുടെ ഒരു എപ്പിസോഡ് കണ്ടിട്ട് കിടക്കും എന്നുള്ളത് അത് ഭയങ്കര സ്ട്രെസ് റിലീഫാണ്. അപ്പം ആ ഒരു പാറ്റേൺ അല്ലെങ്കിൽ അബി, അതായത് ഒന്നുമില്ലാണ്ടാണ് ആ ഒരു സീരീസ് ഉണ്ടാക്കിയത്. അപ്പോൾ ഈ സിനിമയിലും അതിൻ്റെ ഒരുപാട് എന്താ പറയുക, അതിൻ്റെ ഒരു ചേരുവയുണ്ട്. പ്രത്യേകിച്ച് ആയാലും മെയിൻ കാസ്റ്റ് ഇപ്പോൾ ജോസ് കുട്ടിച്ചേട്ടൻ, സജിനി ചേച്ചി, ഗ്രിഗറി നമ്മുടെ സിനിമയിൽ ഇല്ലായിരുന്നു എങ്കിലും ഗ്രിഗറിയുടെ ഒരു എന്താ പറയുക ഒരു വലിയൊരു മനസ്സ്, ഗ്രിഗറി നമ്മുടെ ഒരു ഐറ്റം നമ്പർ ചെയ്തു ഈ സിനിമയിൽ. അങ്ങനെ ഈ സിനിമയുടെ ഭാഗമായി. അപ്പോൾ ഒരുപാട് ഹ്യൂമർ മൊമെൻറ്റ്സ് ഉള്ള സിനിമയാണ്, ഒരുപാട് തമാശകളുണ്ട്. പക്ഷേ തമാശകൾ എന്ന് പറയുമ്പോഴും എന്താ കോട്ട് ചെയ്യേണ്ട ഒരു സാധനം, തമാശയ്ക്ക് വേണ്ടിയിട്ട് ഒരു തമാശയില്ല. അതായത് ഒരു നമ്മൾ പറയില്ല, ഒരു ക്വാളിറ്റി ഹ്യൂമർ മൊമെൻറ്റ്സ് ആണ്. ഒരുപാട് നല്ല ക്വാളിറ്റിയുള്ള ജോക്സ് ഉണ്ട്. ശരിക്കും അക്കരെ കാഴ്ചകളുടെ പ്രത്യേകത അതായിരുന്നു. ഒരുപാട് എന്താ പറയുക, നർമ്മത്തിൻ്റെ മുഹൂർത്തങ്ങൾ. ഒരിക്കലും തമാശ ഉണ്ടാക്കാൻ വേണ്ടി ഒരു തമാശയില്ലേ, അതിനുവേണ്ടി ആരും ഒന്നും പറഞ്ഞിട്ടുമില്ല. അവ ഭയങ്കര കെയർഫുൾ ആയിരുന്നു ആ ഒരു കാര്യത്തിൽ. ഇത്ര തമാശ ഉണ്ടാകുമ്പോഴും എല്ലാം അല്ലെങ്കിൽ വേറൊരു ക്ലാസ് ഉണ്ട് സിനിമയ്ക്ക്. എന്താ പറയുക, ഇത് ഭയങ്കര ഒരു മാസ് അപ്പീലിംഗ് പടമാണോ എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ അത് അങ്ങനെയാണെന്ന് പറയില്ല. പക്ഷേ വളരെ നല്ലൊരു സിനിമയാണ്. ഇപ്പം ഇത്തരം തമാശ നിറഞ്ഞ മുഹൂർത്തങ്ങൾ ഈ സിനിമയിലുള്ളപ്പോഴും ഭയങ്കര സീരിയസ് ആയിട്ടുള്ളൊരു കണ്ടൻറ്റ് അല്ലെങ്കിൽ കഥാപാത്രങ്ങളുടെ മാനസിക സംഘർഷങ്ങളും ബന്ധങ്ങളും എല്ലാം വളരെ ഭംഗിയായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ ഈ സിനിമയുടെ ഭാഗമായതുകൊണ്ട് ഞാൻ പറയുന്നതല്ല, ഈ സിനിമ എല്ലാ ആംഗിളിലും ഒരു പുതുമയുള്ള സിനിമയാണ്. നമ്മൾ ഇതുവരെ കാണാത്തൊരു അമേരിക്കയാണ്. സാധാരണ നമ്മളെല്ലാ സിനിമകളിലും കാണുന്നത് ന്യൂയോർക്ക്, സാൻ ഫ്രാൻസിസ്കോ, ഷിക്കാഗോ അങ്ങനെയൊക്കെ. പക്ഷേ ഇത് ഷൂട്ട് ചെയ്തിരിക്കുന്നത് ന്യൂ ഓർലിയൻസ് എന്ന് പറഞ്ഞ സ്ഥലത്ത്. അതായത് ന്യൂ ഓർലിയൻസ് എന്ന് പറയുന്ന സ്ഥലമുണ്ടെങ്കിൽ കൂടി നമ്മളിതൊരു ഇമാജിനറി വേൾഡായിട്ടാണ് കൺസീവ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ സിനിമയുടെ വലിയൊരു പോസിറ്റീവ് സൈഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമയുടെ ഒരു 90% ടെക്നീഷ്യൻസും ഫോറിനേഴ്സാണ്. ഞാൻ ഇപ്പോൾ ഒരു നടൻ എന്നുള്ള തരത്തിൽ നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യമാണ് ഒരു ബ്രില്യൻ ക്രൂഡൊപ്പം, ബ്രില്യൻ ഫോറിൻ ക്രൂഡൊപ്പം നമുക്ക് വർക്ക് ചെയ്യാൻ സാധിച്ചു എന്നുള്ള വലിയ കാര്യമാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് എനിക്ക് തോന്നുന്നു ഇതിൽ ഈ മറ്റേ സിനിമയിൽ കാണിച്ചിരിക്കുന്ന സിറ്റുവേഷൻസും അല്ലെങ്കിൽ ഈവൻ കോസ്റ്റ്യൂംസും മുതൽ ആർട്ട്, സിനിമാറ്റോഗ്രാഫി എല്ലാത്തിലും നമുക്കൊരു ഒരു പുതുമ അവകാശപ്പെടാനുണ്ട്. ഈവൻ ട്രയലർ തന്നെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അറിയാം, ഇതുവരെ മലയാള സിനിമയിൽ ഈ ഒരു ലുക്കും ഫീലുള്ള ട്രയലർ ഉണ്ടായിട്ടില്ല. അപ്പോൾ ആ ഒരു എക്സ്പെക്റ്റേഷൻ സിനിമ മീറ്റ് ചെയ്യുന്നുണ്ട്. ഓരോ ഫ്രെയിമിലും വ്യത്യസ്തതയുണ്ട്. അതായത് ഓൾറെഡി സിനിമ ചെയ്യുന്നതിന് മുമ്പേ ഇപ്പോൾ അബിയുടെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്, അബി ഓൾറെഡി ഇൻ്റർനാഷണൽ ചാനൽസിലേക്ക് വേണ്ടി ടെലി സീരീസ് ചെയ്തിട്ടുണ്ട്. എന്താ പറയുക, ഹിന്ദിയിലും അങ്ങനെ മറ്റ് പല ഭാഷകളിലും. അപ്പോൾ പിന്നെ ഷോർട്ട് ഫിലിംസ് ചെയ്തിട്ടുണ്ട്. കാൻസ് ഫെസ്റ്റിവലിൽ പോയി ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട് അബി. അപ്പോൾ അബിക്കൊരു ഗ്രൂപ്പുണ്ട്. അബിക്കൊരു സിനിമാറ്റോഗ്രാഫർ, ആർട്ട് ഡയറക്ടർ, കോസ്റ്റ്യൂം ഡിസൈനർ, മേക്കപ്പ് മാൻ, ആ സെയിം ഗ്രൂപ്പാണ് ഇവർ കണ്ടിന്യൂസ്ലി വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരു അത്യാവശ്യം നല്ല ഹോം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൂടാണ്ട് സിനിമയുടെ ലുക്കും ഫീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമ്മൾ DI ചെയ്തിട്ടൊക്കെയല്ല വരുത്തുന്നത്. ഒരു DI ഇല്ലാണ്ട് വെറുതെ ഷൂട്ടിങ് നമ്മൾ നോക്കുമ്പോൾ കളർ സ്കീം നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റുമായിരുന്നു. ഈ സിനിമയിലേക്ക് തന്നെ അട്രാക്ട് ചെയ്ത ഘടകം, ഇപ്പോൾ പല സിനിമകളും പല തരത്തിലാണ്. ചിലപ്പോൾ നമ്മളൊരു കഥ കേൾക്കും, നമ്മൾ ആ കഥാപാത്രത്തിനോട് ഭയങ്കരമായിട്ട് അഡിക്റ്റ് ആയിപ്പോകും. ഞാൻ എന്താ പറയുക, ഗോഡ്സ് എന്ന് പറയുന്നൊരു സിനിമ ഇപ്പോൾ അഭിനയിച്ച് കഴിഞ്ഞു. അപ്പം ഞാൻ കണ്ടിന്യൂസ്ലി കുറച്ചുകൂടി ആളുകളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി കമേഴ്ഷ്യലി അല്ലെങ്കിൽ കുറച്ചധികം ആളുകൾ കാണുന്ന സിനിമകളുടെ ഭാഗമാകാൻ അതായിരുന്നു എൻ്റെ ആഗ്രഹം. അപ്പോൾ ഇതിൻ്റെ സംവിധായകൻ വിളിച്ചു. അപ്പോൾ മറ്റേ ഷെറി ഗോവിന്ദൻ എന്ന് പറഞ്ഞ സംവിധായകനാണ് വിളിച്ചത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അനിയനും കൂടെ ചെയ്യുന്നത്.
അദ്ദേഹം വിളിച്ചിട്ട് എന്നോടൊരു കഥ പറയണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഷെറിച്ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ ഞാൻ കുറച്ചും കൂടി കമേഴ്ഷ്യലി വയബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്, ഇവന് സിനിമ ചെയ്യണമെന്നൊന്നുമില്ല, നമുക്ക് വെറുതെ കാണാം, നമുക്ക് സംസാരിക്കാം, എനിക്ക് നിങ്ങളോട് വെറുതെ കഥ പറയാം, എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കൂ ചെയ്യാണ്ടിരിക്കാം. അപ്പോൾ എക്സ്ട്രീംലി ഗുഡ് ഹ്യൂമൻ ബീങ് ആണ്, നമുക്കൊന്നും റിജക്റ്റ് ചെയ്യാൻ പറ്റില്ല പുള്ളി. അപ്പോൾ ഞാൻ കഥ കേട്ട് ആ നറേഷൻ കഴിഞ്ഞ സെക്കൻഡിൽ ഈ ക്യാരക്ടറിൽ അഡിക്റ്റായി. പിന്നെ നമ്മൾ പോകുമ്പോൾ നമ്മൾ ആലോചിക്കുന്ന കഥാപാത്രത്തെക്കുറിച്ച്, നമ്മൾ ഓരോ കാണുന്ന സിനിമകളിലും അല്ലെങ്കിൽ നമ്മൾ വായിക്കുമ്പോഴും നമ്മളെ ചുറ്റുപാടുമൊക്കെ നമ്മൾ ഇപ്പം ഞാൻ ചുറ്റുപാട് ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെയൊന്നും ഒബ്സർവ് ചെയ്യുന്നൊന്നുമില്ല, പക്ഷെ എങ്കിലും നമ്മൾ ഈ ക്യാരക്ടറിനോടൊരു തിരച്ചിലും അല്ലെങ്കിൽ ക്യാരക്ടർ എന്തുകൊണ്ട് അങ്ങനെയായി അങ്ങനെ ഒരു ഹോണ്ട് ചെയ്യുന്നൊരു ക്യാരക്ടറായിരുന്നു ഹരിശ്ചന്ദ്ര. എനിക്ക് ഭയങ്കര പ്രതീക്ഷയുള്ള സിനിമയാണ്. അല്ലെങ്കിൽ ഞാൻ അവതരിപ്പിച്ചിട്ടുള്ള കഥാപാത്രങ്ങളിൽ എനിക്കൊരു ഒരുപക്ഷെ ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ എന്നെ അത്രയും ചലഞ്ച് ചെയ്ത ക്യാരക്ടേഴ്സ് എനിക്ക് ലഭിച്ചിട്ടില്ല. എനിക്ക് ഒരുപാട് പ്രതീക്ഷയുള്ള സിനിമയാണ് ഗോഡ്സെ. മൺസൂൺ മാംഗോസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എപ്പോഴും എൻ്റെ ആഗ്രഹം നല്ല സിനിമകളുടെ ഭാഗമാണ്, അല്ലെങ്കിൽ പുതിയ എക്സ്പെരിമെൻസിൻ്റെ ഭാഗമാണ്, അല്ലെങ്കിൽ നമ്മൾ ഇനി നാളെ ഇല്ലാണ്ടായി കഴിയുമ്പോഴും നമ്മൾ അഭിനയിക്കുന്ന സിനിമകളിലൂടെ നമ്മൾ ജീവിച്ചിരിക്കണം, നമ്മൾ എന്തെങ്കിലും ഒരു മാർക്ക് അവശേഷിപ്പിക്കണം. അപ്പോൾ മൺസൂൺ മാംഗോസിൻ്റെ ഒരു സ്റ്റോറി ലൈൻ കേട്ടപ്പോഴും അല്ലെങ്കിൽ എൻ്റെ ഒരു ക്രൂവിനെ കുറിച്ച് അറിഞ്ഞപ്പോഴും ഒക്കെ എനിക്ക് ഗ്രൂപ്പിൻ്റെ ഒപ്പം വർക്ക് ചെയ്യണം, ഈ സിനിമയുടെ ഭാഗമാകണം, അതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അപ്പോൾ എന്താ പറയുക, വളരെ ഫ്രാങ്കായിട്ട് പറയുകയാണെങ്കിൽ ഭയങ്കര വലിയൊരു ക്യാരക്ടറോ അല്ലെങ്കിൽ ഭയങ്കര അഭിനയ സാധ്യതയുള്ള ഒരു കഥാപാത്രമൊന്നുമല്ല. മിഗ്വൽ എന്നാണ് ക്യാരക്ടറിൻ്റെ പേര്, മലയാളത്തിൽ മിഗായൽ എന്ന് പറയും. അപ്പോൾ എന്താ പറയുക, കുറച്ചും കൂടി ഹ്യൂമറസ് ആയിട്ട് ഈ സിനിമയുടെ കഥ അത്ര കഴിവൊന്നുമില്ലാത്ത ഒരു ചെറുപ്പക്കാരൻ സിനിമ എടുക്കാൻ തുനിയുന്നതും, അപ്പോൾ ആ ചെറുപ്പക്കാരനെ എൻ്റെ ക്യാരക്ടറിൻ്റെ ആഗ്രഹം ഹോളിവുഡിൽ പോകണം, ഒരു വലിയൊരു ഡയറക്ടറിനെ അസിസ്റ്റ് ചെയ്യണം, അങ്ങനെ ഒരു നാളെ ഒരു സംവിധായകനാകണം എന്നൊക്കെയാണ്. പക്ഷേ ഇതിലെ പ്രൊട്ടാഗണിസ്റ്റ് ഫഹദ് അവതരിപ്പിക്കുന്ന DP പള്ളിക്കൽ എന്ന് പറഞ്ഞ ക്യാരക്ടറിൻ്റെ അസിസ്റ്റൻ്റാണ് ഇയാൾ. അപ്പോൾ ഒരു പൈസ ഇല്ലാണ്ട് ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് നല്ല നടന്മാരെ കിട്ടില്ല. അപ്പോൾ ഈ ക്യാരക്ടറിനെ അഭിനയിക്കും. പ്രൊഡക്ഷൻ മാനേജ് ചെയ്യുന്ന ഈ അസിസ്റ്റൻറ്റ് ഡയറക്ടറാണ്. മറ്റേ പ്രോപ്പർട്ടീസ് തൂക്കി നടക്കുന്നത്, അങ്ങനെ ഒരു സിനിമയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരു കഥാപാത്രമാണ്. പിന്നെ ഈ ക്യാരക്ടറിൻ്റെ ഒരു ഷെയ്ഡ് പറയുമ്പോൾ ഈ മൊത്തം സിനിമകളിൽ ഈ ഒരു കൂട്ടായ്മയിൽ ഈ ക്യാരക്ടറിനോട്, ഫഹദിൻ്റെ ക്യാരക്ടറിനോട് ഏറ്റവും സിൻസിയർ ആയിട്ടുള്ളൊരു ക്യാരക്ടറും ഏറ്റവും ജെന്യുവൻ ആയിട്ടുള്ളൊരു ക്യാരക്ടറും എൻ്റെ ക്യാരക്ടറാണ്.